ദേശാഭിമാനി ഫെബ്രുവരി 5 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. അട്ടിപ്പായിക്കുന്നു. ഇന്ത്യക്കാർക്കെതിരെ ട്രംപ് നടപടി തുടങ്ങി. 150 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം പുലർച്ചെ അമൃത്സറിൽ എത്തും. അമേരിക്കയുടെ നികുതി ഭീഷണി തിരിച്ചടിച്ച് ചൈന. അമേരിക്കയ്ക്ക് പകരത്തിന് പകരം തീരുവ ചുമത്തി ചൈന. ജനദ്രോഹ കേന്ദ്ര ബജറ്റിനെതിരെ ഇടതു പാർട്ടികളുടെ പ്രതിഷേധവാരം 14 മുതൽ 20 വരെ. ഡൽഹി ഇന്ന് ബൂത്തിലേക്ക്. സഹകരണ ബാങ്ക് നിയമനക്കോഴ IC ബാലകൃഷ്ണനെതിരെ ED അന്വേഷണം. DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് കൂട്ടപ്പരാതി. റെഗുലേറ്ററി കമ്മീഷൻ പട്ടിക പുറത്തിറക്കി. വൈദ്യുതി നിരക്ക് കുറവ് കേരളത്തിൽ. KSRTC പണിമുടക്ക് പൊളിഞ്ഞു. സമരം ജീവനക്കാർ തള്ളിയെന്ന് മന്ത്രി. ട്രിക് ഹർഷിത. വാട്ടർ പോളോയിൽ പൊന്ന് 5 മെഡൽ കൂടി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോഴനായ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ അമേരിക്കയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികൾ തുടങ്ങി. ആദ്യഘട്ടമായി 205 കുടിയേറ്റക്കാരെ സൈനിക വിമാനത്താൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു. അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന 18,000 ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെയാണ് പുറത്താക്കിയതെന്ന് അമേരിക്ക അറിയിച്ചു. മറ്റുള്ളവരെയും ഉടൻ കുടിയിറക്കും. 17,940 ഇന്ത്യക്കാർക്കാണ് ഇതുവരെ നാടുകടത്തൽ നോട്ടീസ് നൽകിയത്. ഇന്ത്യക്കാരെയും വഹിച്ചുള്ള സൈനിക വിമാനം C-17 സാന്റിയാഗോവിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് പുറപ്പെട്ടു. ജർമ്മനിയിലെ റാസ്റ്റിംസൽ ഇന്ധനം നിറച്ച ശേഷം ബുധനാഴ്ച പുലർച്ചെ പഞ്ചാബിലെ അമൃത്സറിൽ എത്തും. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക അതേ നാണയത്തിൽ തിരിച്ചടി. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിക്കും ദ്രവീകൃത പ്രകൃതിവാതകത്തിനും 15%, അസംസ്കൃത എണ്ണയ്ക്കും 10% ചൈന തീരുവ ഏർപ്പെടുത്തി. അമേരിക്ക ആസ്ഥാനമായ ആഗോള സെർച്ച് എഞ്ചിൻ ഭീമൻ ഗൂഗിളിനെ വിശ്വാസവഞ്ചനയ്ക്ക് അന്വേഷണവും പ്രഖ്യാപിച്ചു. ചൈനയുമായി വ്യാപാര യുദ്ധം തുടങ്ങിയ അമേരിക്കയുടെ നടപടി ഓഹരി വിപണിയിലടക്കം അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ 5 ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ 14 മുതൽ 20 വരെ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കും. ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുമാണ് പ്രതിഷേധ വാരാചരണം. ഭവന സന്ദർശനം, തെരുവ് യോഗങ്ങൾ, പ്രകടനം തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന തലത്തിൽ തീരുമാനിക്കും. 14 മുതൽ 20 വരെയാണ് പ്രതിഷേധ വാരാചരണം. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ബുധനാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പ്. പകൽ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 70 നിയമസഭാ മണ്ഡലങ്ങളിലായി 1.55 കോടി വോട്ടർമാരാണ് ഉള്ളത്. എല്ലാ ഒരുക്കവും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബജറ്റിൽ വരുമാന നികുതിയിൽ വരുത്തിയ ഇളവ് സർക്കാരിന്റെ വലിയ നേട്ടമായി അവതരിപ്പിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിന് തലേന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പാക്കി BJP ഭരിക്കുന്ന ഗുജറാത്തും നീക്കം തുടങ്ങി. ഏക വ്യക്തി നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ സുപ്രീംകോടതി മുൻ ജഡ്ജി രഞ്ജന ദേശായ് അധ്യക്ഷനായി 5 അംഗ സമിതിയെ BJP സർക്കാർ നിയമിച്ചു. വയനാട്ടിലെ സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പ് കേസിൽ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED പ്രാഥമിക അന്വേഷണം തുടങ്ങി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസിന്റെ വിവരങ്ങൾ തേടി ED പോലീസിന് കത്തയച്ചു. അർബൻ ബാങ്ക് അധികൃതർക്കും മറ്റു ചില ബാങ്കുകൾക്കും ED കത്തയച്ചിട്ടുണ്ടെന്ന് വിവരം. അതിനിടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിലുള്ള ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെ കൂട്ടപരാതി ഉയർന്നു. DCC പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് PCCക്കും AICCക്കും പരാതികൾ പ്രവഹിക്കുകയാണ്. കോൺഗ്രസ് BJP വോട്ട് മറിച്ചതിലാണ് തൃശൂരിൽ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് എത്തിയതെന്ന് സമ്മതിക്കുന്ന KPCC റിപ്പോർട്ട് പുറത്തായതോടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് K മുരളീധരന്റെ നിലപാട്. വസ്തുതകൾ പഠിക്കാതെ തൃശൂരിൽ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റെന്ന് K മുരളീധരൻ പറഞ്ഞു. മിൽമ മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻസ് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDFന് 2ാം തവണയും ഉജ്ജ്വല വിജയം. CPM നേതൃത്വത്തിലുള്ള ക്ഷീര സഹകരണ മുന്നണി 15-ൽ 13 സീറ്റ് നേടി. കഴിഞ്ഞ തവണ 9 സീറ്റാണ് LDFന് ലഭിച്ചത്. മലപ്പുറത്ത് UDFന്റെയും 3 സീറ്റ് LDF പിടിച്ചെടുത്തു. ചെയർമാനായ KS മണി പാലക്കാട്ട് നിന്ന് ജയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഗഡുവാണ് ഇത്. KSRTCയിൽ രാഷ്ട്രീയ പ്രേരിതമായി INTUC നേതൃത്വം നൽകുന്ന TDF നടത്തിയ പണിമുടക്ക് പൊളിഞ്ഞു. സംസ്ഥാനത്ത് 93.93% ബസ്സും സർവീസ് നടത്തി. 47 യൂണിറ്റിൽ മുഴുവൻ ജീവനക്കാരും ജോലിക്കെത്തി. 16 ഇടത്ത് 95% ബസ്സും ഓടി.
TDF ആഹ്വാനം ചെയ്ത പണിമുടക്ക് പരാജയപ്പെടുത്തിയ തൊഴിലാളികളെ KSRTE സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്തു. KSRTCയിൽ TDF നടത്തിയ സമരം ജീവനക്കാർ തള്ളിക്കളഞ്ഞതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സമരത്തിന്റെ മറവിൽ ബസ് കേടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. FB റോഡുകൾക്ക് ടോൾ പിരിക്കുന്നത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. വിഷയം LDF ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പദ്ധതികൾ വേണം. വൻകിട പദ്ധതികളിൽ വരുമാനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും TP അറിയിച്ചു. എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. പ്രതീക്ഷയുടെ വിവിധ അവയവങ്ങൾക്കായി സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് 2559 പേർ. ഹൃദയമടക്കം അവയവങ്ങൾക്കായി KSOLTലാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് അർബുദ രോഗ സാധ്യതയുള്ള മുഴുവൻ പേരെയും ഒരു വർഷത്തിനുള്ളിൽ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിന്റെ പ്രതിരോധ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ക്യാൻസർ ഗ്രിഡ് മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചു. അർബുദ ചികിത്സാ സൗകര്യങ്ങൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ അടങ്ങിയതാണ് ക്യാൻസർ ഗ്രിഡ്. തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കേരള സർവകലാശാല VCയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തിൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആലുവ എടത്തല പഞ്ചായത്തിൽ നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് NIDക്ക് സമീപം PV അൻവർ പാട്ടത്തിനെടുത്ത 7 നില കെട്ടിടത്തിന് സംബന്ധിച്ച ഹർജിയിൽ ഹൈക്കോടതി നാവികസേനയോട് വിശദീകരണം തേടി. കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സാമ്യപ്രവർത്തകൻ KV ഷാജി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസാണ് വിശദീകരണം തേടിയത്. ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി തൊടുപുഴ കടയത്തൂർ സ്വദേശി അനന്തകൃഷ്ണനെതിരെ 3.10 കോടി രൂപ തട്ടിയെന്ന പരാതിയിൽ കേസെടുത്തു. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനവും ലാപ്ടോപ്പും നൽകാമെന്ന് പറഞ്ഞ് അനന്തകൃഷ്ണ സംഘവും ആമ്പല്ലൂർ പഞ്ചായത്തിൽ 100 കണക്കിന് പേരെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഭാവന സന്ദേശം ലോകത്താകമാനം പ്രചരിപ്പിക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഒരു തീർത്ഥാടക സീസൺ കൂടി വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് വിഷുവിനോട് അനുബന്ധിച്ച് 50 രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സമ്മേളിക്കുന്നത്. മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ 30ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പതിവായി ശബരിമലയിൽ എത്താറുണ്ട്. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. കാർഷിക മേഖലയിൽ പുതിയ ബ്രാൻഡിങ്ങിലൂടെ ചരിത്രം കുറിച്ച് പേരാമ്പ്ര പഞ്ചായത്തും കൃഷിഭവനും. കർഷകർ പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് ഔഷധ ഗുണമുള്ള പരമ്പരാഗത നെല്ലിനങ്ങൾ വിപണിയിലെത്തിച്ച് ശ്രദ്ധ നേടുന്നത്. അന്യം നിന്നു പോകുന്ന നെല്ലിനങ്ങളെ സംരക്ഷിക്കാൻ പരമ്പരാഗത നെല്ല് പ്രോത്സാഹന പദ്ധതി ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്താണ് പേരാമ്പ്ര. ഇപ്പോൾ പദ്ധതിയുടെ 2ാം ഘട്ടം കൂടുതൽ കർഷകരിലേക്കും കൂട്ടായ്മകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കൃഷി ഇറക്കിയത് രക്തശാലി, ഞവര, ബ്ലാക്ക് ജാസ്മിൻ എന്നീ പരമ്പരാഗത വിത്തിനങ്ങൾ. ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഇവ. അരയിടുത്തുപാലം മേൽപ്പാലത്തിൽ ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 56 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ മുഹമ്മദ് സാനിഹിന്റെ നില അതീവ ഗുരുതരം. പരിക്കേറ്റവരിൽ 43 പേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും 13 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4:15 അപകടം. CPM ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ തള്ളിക്കളയണമെന്ന് പാർട്ടി വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. STA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമം നടത്തി. തളി അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ടു പോകാത്ത സർക്കാരാണ് LDF സർക്കാരെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമം അലങ്കോലമാക്കാൻ BJP ശ്രമം. ഉദ്ഘാടകരായ മന്ത്രി PM മുഹമ്മദ് റിയാസ് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ ജൂബിലി ഹാളിലേക്ക് പ്രവേശിച്ച ഉടനെയായിരുന്നു അതിക്രമം. മാബറ്റയിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിലെ ജീവനക്കാരി പയ്യൊന്നൂർ സ്വദേശിയായ ഹുദി താമസ സ്ഥലത്തെ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയേർക്കപ്പെട്ട ഹോട്ടൽ ഉടമയടക്കം 3 പേരെ അറസ്റ്റ് ചെയ്യാനായില്ല. കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കെട്ടിടത്തിൽ നിന്ന് ചാടേണ്ടി വന്ന മുക്കം മാമ്പറ്റയിലെ ഹോട്ടൽ ജീവനക്കാരിക്ക് നീതി ഉറപ്പാക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്രത്തിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ പ്രതിഷേധം ജ്വലിച്ചു. CPM കോഴിക്കോട് ടൗൺ സൗത്ത് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കോഴിക്കോട്ട് 14, 15, 16 തീയതികളിൽ നടക്കുന്ന KSTA 34ാമത് സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാക അധ്യാപക സംഘടനയുടെ മുൻകാല നേതാവ് VV ദക്ഷിണാമൂർത്തിയുടെ പാലേരിയിലെ സ്മൃതി കുടീരത്തിൽ നിന്നും എത്തിക്കും. 13 രാവിലെ VV ദക്ഷിണാമൂർത്തിയുടെ പത്നി TM നണിയിൽ നിന്നും പതാക ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി L മാഗി ഏറ്റുവാങ്ങും. ബ്ലോക്ക് പഞ്ചായത്ത് ജലബേറ്റ് KM സച്ചിൻ ദേവ് MLA പ്രകാശിപ്പിച്ചു. ബ്ലോക്ക്
പ്രസിഡന്റ് വി കെ അനിത അധ്യക്ഷയായി. കെ സായി കലിയുടെ കവിതാ സമാഹാരം പുതപ്പിനുള്ളിൽ നിന്നും ഒരു യന്ത്രം കൽപ്പറ്റ നാരായണൻ മോഹനൻ ചേരോളിക്ക് നൽകി പ്രകാശിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രൂപകല കൊമ്പിലാട്ട് അധ്യക്ഷയായി. കളിക്കളം വാർത്തകൾ. നീന്തൽക്കുളത്തിൽ കേരളത്തിന്റെ പൊൻമീനായി ഹർഷിത ജയറാം. ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണമാണ് ഹർഷിതയ്ക്ക്. ഈ നേട്ടം കുറിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ്. നീന്തലിന്റെ അവസാന ദിനം 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലും പൊന്നണിഞ്ഞു. 50 മീറ്റർ, 200 മീറ്റർ എന്നിവയിലായിരുന്നു ആദ്യ 2 സ്വർണം. നീന്തൽക്കുളത്തിൽ കേരളത്തിന്റെ പൊന്നോളം. വാട്ടർ പോളോയിൽ വനിതാ വിഭാഗത്തിൽ കേരളം ചാമ്പ്യന്മാരായി. തുടർച്ചയായ 2ാം കിരീടം. പുരുഷന്മാർ 3ാം സ്ഥാനം നേടി. ഫൈനലിൽ മഹാരാഷ്ട്രയായിരുന്നു വനിതകളുടെ പ്രധാന എതിരാളി. ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോൾ പുരുഷന്മാരുടെ 3x3 വിഭാഗത്തിൽ കേരളത്തിന് ഞെട്ടിക്കുന്ന തോൽവി. ഫൈനലിൽ മധ്യപ്രദേശിനോട് 20-22 തോറ്റു. 8ാം വയസ്സിൽ വെറുതെ നീന്തി തുടങ്ങിയതാണ് ഹർഷിത. ആ നീന്തൽ ഇന്ന് ദേശീയ ഗെയിംസിന്റെ സുവർണ ചരിത്രമായി മാറി. ഒരു ഗെയിംസിൽ 3 സ്വർണം നേടുന്ന ആദ്യ മലയാളി താരമായി ഇന്ത്യൻ നീന്തൽ താരം. കാലാവസ്ഥ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ തീരങ്ങളിൽ ബുധനാഴ്ച രാവിലെ 5:30 മുതൽ വൈകിട്ട് 6:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ തീരവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.